ഇന്ന് ലോക ഭൗമദിനം. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിനാചരണത്തിന്റെ ലക്ഷ്യം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22-ന് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. മനുഷ്യന് ഭൂമിയെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് 4 ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് UN പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിന് പിന്നിലുള്ള അടിസ്ഥാന കാരണം. ഇവ ആഗിരണം ചെയ്യുവാൻ ആവശ്യമായ വനങ്ങളും മറ്റ് സസ്യാവരണങ്ങളും കുറഞ്ഞതോടെ ഈ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം. ഇതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. നാളത്തെ തലമുറയുടെ ദുർവിധി തിരുത്തുകയാണ് ലോക ഭൗമദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2025 ലോക ഭൗമദിന പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനും സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ജനങ്ങളുടെയും സംഘടനകളുടെയും സർക്കാരുകളുടെയും പൊതു ഉത്തരവാദിത്വത്തിലാണ് ഈ പ്രമേയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗ ഊർജത്തിന്റെ അളവ് 3 ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യം. വൃക്ഷങ്ങൾ നടുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വരും തലമുറയ്ക്കായി ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം. ഒരു മരമെങ്കിലും നടാം, നല്ലൊരു നാളേക്കായി.